ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാ റേഞ്ചിലും ഉള്ള കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ജീൻസിന് പറ്റിയ ട്യൂണിക് ടോപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, സ്കേർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ജീൻസിൻ്റെ ഒന്ന് രണ്ട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കളക്ഷൻസ് ആയിട്ട് കൊണ്ടുവന്നേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാ തരത്തിലും പെട്ടവർക്ക് ഉപയോഗപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് യൂട്യൂബിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് വീഡിയോസ് മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ കളക്ഷൻസിലേക്ക് കടക്കണം. ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതൊരു സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഗ്രീനും യെല്ലോയും കൂടി വരുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതിനകത്ത് യെല്ലോയിൽ ഈ കൊടുത്തിട്ടുള്ളതെല്ലാം മെഷീൻ എംബ്രോയ്ഡറിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. നല്ല ഭംഗിയാണ്. സാധാരണ ഇവിടെ നമുക്ക് ഹാൻഡ് വർക്കോ അങ്ങനെ എന്തെങ്കിലുമാണ് ബീഡ്സൊക്കെയാണ് കൊടുക്കാറ്. പക്ഷേ ഇത് മെഷീൻ എംബ്രോയ്ഡറിയിൽ പൂ പോലെ കൊടുത്തേക്കുന്നതാണ്. ഒരു ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ടാണ്, ഒരു ബ്രാൻഡിൽ വരുന്ന ഐറ്റമാണ്. നല്ല പ്രീമിയം കളക്ഷനിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന റേറ്റാണ്. പ്രൈസ് ആദ്യമേ പറയാം, 799 വരുന്നുള്ളൂ. ഇത്രയും നല്ല റിച്ച് ആൻഡ് ലുക്കിൽ വരുന്ന ഒരു ഐറ്റമാണ്. നമുക്കിതൊരു ബുട്ടിക്കിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിൽ വരുന്ന റേറ്റാണ്. കാരണം ഇവിടെ ചെറിയ ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഫ്ലീറ്റ്സ് വരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടും പുറകിലേക്കും നോർമലാണ് വരുന്നത് കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ഇത് വണ്ണം തോന്നിക്കോ എന്നുള്ള ഡൗട്ടൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ മാത്രമാണ് ഒരു ഭംഗിക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ടുള്ളത് ഒരു 16.5 ഇഞ്ച് ലെങ്ത്താണ്. സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ മെഷീൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുർത്തി ലെങ്ത്ത് വരുന്നത് ഒരു 48 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. ലെങ്ത്ത് കൂടുതലുള്ളവർ അതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ മാറ്റുക. നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളെല്ലാം ഇതിൻ്റെ സ്റ്റിച്ചിങ്, ചിലർ പറയും എന്തിനാ അത്ര ലെങ്ത്ത് കൊണ്ടുവരുന്നത്, ലെങ്ത്ത് കുറവുള്ളത് കൊണ്ടുവരാൻ പറയാറുണ്ട്. നമ്മൾക്ക് ഇതിൽ സ്റ്റിച്ചിങ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഐറ്റം എടുക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓരോ മെഷർമെൻറ്റ് എടുക്കുന്നത്. നമ്മൾ അവിടെ വെച്ചിട്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ലല്ലോ എടുക്കുന്നത്. കാണുമ്പോഴുള്ള ഒരു ഭംഗി നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ലെങ്ത്ത് അത്യാവശ്യം വേണ്ടവർക്ക് ഇത് ഉപകാരപ്പെടുമല്ലോ. നമുക്ക് കുറവുള്ളവർക്ക് അത് കട്ട് ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മീഡിയം മുതൽ XXL സൈസസിലാണ് അവൈലബിൾ. പ്രൈസ് വന്നിട്ട് 799 ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് കളർ കോമ്പിനേഷൻ നോർമൽ ഒരു ഗ്രീൻ അല്ല, ഒരു ഗ്ലേസി ലുക്കും കൂടി വരുന്നുണ്ട്. ഗ്രീനും യെല്ലോയും കൂടി ഒരു കോമ്പിനേഷൻ, നല്ല രസമുള്ള ഒരു കോമ്പിനേഷനാണ്. ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് കാണിക്കാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ളത്. ഇതെല്ലാം മെഷീൻ എംബ്രോയ്ഡറിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ വരും. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ കണ്ട വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുറകു വശം ഇതാ നോർമൽ എ ലൈനിലാണ്. നോർമൽ എ ലൈൻ എന്ന് പറഞ്ഞാലും ഇവിടെ പ്രിൻസസ് കട്ടിലാണ് പോയിട്ടുള്ളത്. ടക്കടിച്ച മാതിരി എന്ന് പറയില്ല, നമ്മൾ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ടക്കടിച്ച പോലെ താഴത്തേക്ക് ഏറ്റവും വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ കിടന്നോളും, നല്ല ഭംഗിയായിട്ട് കിടന്നോളും. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ ഒരു പ്രത്യേകതയാണ്. ചിലരിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തയ്ക്കണതിന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ മേടിക്കും. പ്രിൻസസ് കട്ടിനും അങ്ങനെ ബ്ലൗസിൽ തന്നെ പ്രിൻസസ് കട്ട് വരുമ്പോൾ റേറ്റ് കൂടുതലാണ്. നോർമലാണെങ്കിൽ റേറ്റ് ഇച്ചിരി കുറവ് കിട്ടും. പിന്നെ പാഡ് വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഫീച്ചേഴ്സ് വരുമ്പോഴത്തെ റേറ്റാണ്. പക്ഷേ ഇത് നമുക്ക് 799 നല്ല അഫോർഡബിൾ റേറ്റിൽ കിഡിലൻ പ്രൊഡക്റ്റാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. സെക്കൻഡ് വന്നിട്ടുള്ളത് ഇതാ, അതും അടിപൊളി കളറാണ് കേട്ടോ. ഇതൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് വയലറ്റ് എന്ന് പറയാം. നേവി ബ്ലൂ അല്ല, നേവി ബ്ലൂ ആണോ അല്ല, ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. നേവിയും വയലറ്റും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളറാണ്. അങ്ങനത്തെ ഒരു കളർ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ കാണാൻ ഇതാ, ഈ ഒരു കോമ്പിനേഷൻ, ഈ ഗ്രീൻ കളേഴ്സ് ചിലർക്ക് ഒരുപാട് കയ്യിലുണ്ടാവും. അങ്ങനെയുള്ളവർ ഇത് ചൂസ് ചെയ്യുക. രണ്ടാണെങ്കിലും കിഡിലനാണ് കേട്ടോ. ഇതുപോലെ തന്നെ സെയിം വർക്കാണ്, മെഷീൻ എംബ്രോയ്ഡറി വർക്ക്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ. M2XXL പ്രൈസ് വരുന്നത് 799 ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പിന്നതിൻ്റെ കളറിൻ്റെ സൈസ് ഇല്ലെങ്കിൽ മറ്റത് ഓപ്ഷനായിട്ട് എടുക്കാം. എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ നല്ല കളക്ഷൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഒരു സജഷനാണ്. വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് കേട്ടോ. ഇവിടെ പിൻടെക്സ് ഒക്കെ കൊടുത്ത് ഒരു ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് ഇത് ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ മെറൂൺ കളറിലുള്ള ത്രെഡാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതിങ്ങനെ ഒരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഒരു
ഓഫീസ് വെയർ ആൻഡ് എലഗൻ ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ്. മെറ്റീരിയൽ വന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻസ് പോണ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഒരു സിൽക്കിൻ്റെ ടൈപ്പിലേക്ക് വരുന്ന ഒരു ഇതാണ് കേട്ടോ. കോട്ടണും സിൽക്കും കൂടി ബ്ലെൻഡ് ആയിട്ട് പോലത്തെ ഒരു ഐറ്റമാണ്. എനിക്കതിൻ്റെ എക്സാക്റ്റ് എന്ത് മെറ്റീരിയലാണെന്ന് പറയാൻ അറിയുന്നില്ല. ഇങ്ങനെയാണ് മെറ്റീരിയലിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. ഭയങ്കര കംഫർട്ടാണ് നമുക്ക് കിട്ടത്. ഈ ഭാഗത്ത് സ്ലീവ്ലെസ് ആണ്, അവിടെയാണ് ഞാനിത് കാണിക്കുന്നത്. ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇവിടെ പടി പോലെ കൊടുത്തിട്ടുണ്ട്, അവിടെയും ഇതുപോലെ തന്നെ മെറൂണിൻ്റെ ഒരു ത്രെഡ് വർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ബ്രാൻഡിൽ വരുന്ന ഒരു കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള സൂപ്പർ ഒരു കളക്ഷനാണ് കേട്ടോ. ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ്, ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. 46 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലിറ്റഡ് ആണ് വരുന്നത്. ലൈനിങ്ങോട് കൂടിയ കോട്ടൻ്റെ ലൈനിങ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് കൊടുക്കുമ്പോൾ അതൊരു വടി പോലെ നിൽക്കും. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് തന്നെ നിൽക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ഐറ്റമാണ്. 46 ഇഞ്ച് ലെങ്ത്ത്, 16 ഇഞ്ച് സ്ലീവ് ആണ് വരുന്നത്. M മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 699 മാത്രമേ വരുന്നുള്ളൂ. നല്ല സൂപ്പറാണ്. ഞാൻ പറയില്ലേ, ഞാനൊരു ബ്രാൻഡിലാണ് വരുന്നത്. 699 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇതെങ്ങനെ വരും അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ. ആ ഒരു ത്രെഡ് വർക്ക് അവിടെ കൊടുത്തപ്പോൾ ഈ ഭാഗം യോക്ക് ഏരിയ ഒന്നും കൂടി റിച്ച് ലുക്ക് കിട്ടിയിട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിൻ്റെ എഡ്ജിൽ ഇങ്ങനെ വരും. ഇതെങ്ങനെയാണ് മെറ്റീരിയൽ, ഇതെന്ത് മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. പുറകുവശം ഇതാ ഇങ്ങനെ വരും. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഈ മെറൂണിനകത്ത് ത്രെഡ് വർക്ക് പോയിട്ടുള്ളത്, സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളർ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോഴും ഈ യോക്ക് ഏരിയ നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻറ്റ് ലുക്കിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇവിടെയും കണ്ട ആ ത്രെഡ് വർക്ക് കൊടുത്തപ്പോൾ ഇവിടെ ഇത് ഇച്ചിരി കട്ടിക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനൊരു ത്രെഡ് വർക്കും കൂടി കൊടുത്തപ്പോൾ നല്ല ഒരു ലുക്കുണ്ട്. ഇതിൻ്റെ ലൈൻസ് ഇങ്ങനെയാണ് പോകുന്നത്, പക്ഷെ ഇവിടെ ഒരു പടി പോലെ കൊടുത്തപ്പോൾ ലൈൻസ് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ അതന്നെ വേറൊരു വെറൈറ്റി ലുക്കായിട്ടോ ഇങ്ങനെ വരും. 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര കരിഞ്ഞ മെറൂൺ അല്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. M മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് 699 മാത്രമേ വരുന്നുള്ളൂ. അടിപൊളി മെറ്റീരിയൽ ആൻഡ് ഐറ്റാണ് വരുന്നത്. ഓക്കെ, ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എടുക്കാം. അടുത്ത ഐറ്റം കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ടോപ്പാണ്. ജീൻസിൻ്റെ കൂടെ ഒന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലെങ്ത്ത് 40 ഇഞ്ച് വരുന്നുള്ളൂ. ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കാപ്രിയോ അല്ലെങ്കിൽ നീ ലെങ്ത്തിൽ വരുന്ന ഇന്നറോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇത്തിരി കൂടി ലെങ്ത്തിലുള്ള ലെഗിൻസ് വെച്ചിട്ടോ ജീൻസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. ട്യൂണിക്കിൽ വരുന്ന പോലത്തെയാണ്. ഇങ്ങനെ ലെങ്ത്ത് കുറവുള്ളവർക്ക് ഞാൻ പറഞ്ഞ മാതിരി ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം. ഇത് ടീനേഴ്സിനൊക്കെ പറ്റിയ ഒരു കളക്ഷനാണ് വരുന്നത്. വീനെക്കിലാണ് വരുന്നത്. ഇവിടെ കുറച്ച് ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലൻ ഒരു കുർത്തിയാണ്. കുർത്തി എന്ന് പറയാൻ പറ്റില്ല, ടോപ്പാണ് കേട്ടോ. പിന്നെ സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ഷോർട്ട് സ്ലീവ് പോലെ വന്നിട്ട് ഇലാസ്റ്റിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇങ്ങനെ വരും. ഞാൻ ഇച്ചിരി കയറ്റി വെച്ചെന്നുള്ളൂ. ഒരു എൽബോ ലെങ്ത്തിലേക്ക് വരുന്ന പോലെയാണ്. ഇവിടെ വന്നിട്ട് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു സ്മോളുകാർക്കും മീഡിയംകാർക്കും യൂസ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആംബിറ്റ് കേട്ടോ, സ്മോൾ ടു മീഡിയം. പിന്നെ മൂന്ന് ലെയറായിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് വൈറ്റിലൊരു മഞ്ഞയും ഗ്രീനും കൂടി പൂക്കളാണ് പോയിട്ടുള്ളത്. കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കട്ടിയാണ് കേട്ടോ. ഇത് കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ലൈനിങ്ങിൽ യാതൊരു ആവശ്യമില്ല, അത്രയും കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 699 ആണ് വരുന്നത് കേട്ടോ. നമുക്ക് പിള്ളേർക്കൊക്കെ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത്. എല്ലാ കളേഴ്സും ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ഇത് തന്നെയാണ് കേട്ടോ. 40 ഇഞ്ച് ലെങ്ത്ത് വരുന്നത്. ഇതൊരു വയലറ്റ് ഷെയ്ഡിൽ ഇങ്ങനൊരു പൂക്കളാണ് പോയിട്ടുള്ളത്. എല്ലാം സെയിം പാറ്റേൺ. 3 ബട്ടൺ വീനെക്കാണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പുറകുവശം ഇതേ പ്രിൻറ്റിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത്. തേർഡ് കളർ വന്നിട്ടുള്ളത് ഇതാ നല്ല ഹെവിയാണ് കേട്ടോ. നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും. ഇതൊരു ബ്രാൻഡിൽ വരുന്ന ഒരു ക്വാളിറ്റി ഉള്ളതാണ്. ഇതൊരു ബ്ലാക്കിൽ വൈറ്റ് ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്.
എല്ലാതും കാണാൻ നല്ല രസമാണ് കേട്ടോ. അടുത്ത് വന്നിട്ടുള്ളത് വൈറ്റിൽ ഒരു ബ്ലാക്ക് പ്രിൻ്റ് പോലെയാണ്. സ്മോള്, മീഡിയം, നമ്മുടെ നോർമൽ, പിന്നെ അല്ല ടീനേജേഴ്സിൽ വരുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റമാണ്. നല്ല രസമാണ്, ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഓൾറെഡി ലെങ്ത്ത് കുറവായതുകൊണ്ട് നമുക്കറിയാം 40 തന്നെ എനിക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിതിന് നമ്മുടെ കാപ്രി ലെഗിൻസാണ് ഇട്ടേക്കണേ കേട്ടോ. ടിൻ ബേർഡ്സിൻ്റെ കാപ്രി ലെഗിൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൈസ് 699 ആണ് കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്തത് നമ്മൾ നേരത്തെ സ്മോളുകാർക്കും മീഡിയംകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇത് വന്നിട്ട് ലാർജ് എക്സൽ, വേസ്റ്റിൻ്റെ ഒരു ഇലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ ലാർജ് എക്സലുകാർക്ക് യൂസ് ചെയ്യട്ടോ. കാരണം ഇത് ഭയങ്കര കഴുത്തൊക്കെ ഭയങ്കര ഇറങ്ങിയിട്ടാണ് എനിക്ക്. ഞാൻ പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് ഇടാൻ പറ്റുന്ന സൈസ് അല്ലാന്ന്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 48 ഇഞ്ച് വരുന്നുണ്ട്. ഇത് ഇച്ചിരി ലോങ് ഗൗൺ പോലെയാണ് വരുന്നത് കേട്ടോ. റിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽ, സൂപ്പർ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് 699. നേരത്തെ കാണിച്ചതിൻ്റെ പ്രൈസ് 599 ആണ് കേട്ടോ. ഞാൻ തെറ്റി പറഞ്ഞതാണ്, അത് 599 ആണ്. ഇതാണ് 699. ഇതിൻ്റെ സ്ലീവ്ലെസ് ആണ് ശരിക്കും വരുന്നത്. ഇതിൻ്റെ പുറകിൽ കൂടെ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് പോലെ, ചിറക് പോലത്തെ ഒരു സ്ലീവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാർജുകാർക്കും എക്സലുകാർക്കും ഡബിൾ എക്സലും പറ്റുമെന്നാണ് എനിക്കിതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് തോന്നണം. ഡബിൾ എക്സൽ വരെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടെ വയറുള്ളവർക്ക് ടൈറ്റ് ആവുമെന്നറിയില്ല. കാരണം നമുക്കിത് എത്ര വേണമെങ്കിലും ഇങ്ങനെ വലിയ കിട്ടും, നമ്മൾ ഇടുന്നതിനനുസരിച്ച് വലിഞ്ഞോളും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻ്റ് വരുന്നത്. നല്ല ലെങ്ത് ഉണ്ട്, കാണാൻ നല്ല രസമുള്ള പ്രിൻ്റുകളാണ്. വീനെക്കാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഒരു 3 ബട്ടൺ ആണെങ്കിൽ ഇവിടെ ഒരു 6 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ചെറിയ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കി ലെങ്ത്ത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അത് കോട്ടൺ ആയിരുന്നു. കോട്ടണും കോട്ടൺ മിക്സാണ്. എക്സാക്റ്റ് കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല. കോട്ടണും ചിലത് എക്സാക്റ്റ് കോട്ടണും ചിലത് കോട്ടൺ മിക്സാണ്. ഇത് റിങ്കിൾ റയോൺ ആണ് വരുന്നത് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. ഇത് ബ്ലാക്കിലൊരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതേപോലെയാണ്. ഇങ്ങനെ അടുത്ത കളർ വന്നിട്ട് ഇതിൻ്റെ ഇവിടെ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. വള്ളി ഉണ്ട്. ഞാൻ വള്ളി കെട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് ആകെ ഒരു ലൂസ് പോലെ തോന്നുന്നത്. ഞാൻ വള്ളി കെട്ടിയിട്ടില്ല. അത് കെട്ടിക്കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും കേട്ടോ. ഇത് വരുന്നത് ഫ്രണ്ടിലും വി ആണ്, ബാക്കിലും വി പോലെയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിടന്നോളും. നല്ല രസമാണ്. മെറ്റീരിയൽ വൈസ് അടിപൊളി സാധനമാണ്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ബട്ടർഫ്ലൈ സ്ലീവ് പോലെയാണ് വരുന്നത്. ഉള്ളിൽ പുറകിലേക്ക് ഇങ്ങനെ പിന്നെ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബോഡി പോർഷൻ്റെ ഇത്രയും ഭാഗം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴത്തോട്ടാണ് വിത്തൗട്ട് ലൈനിങ് വരുന്നത്. ഇവിടെ വരെ നമുക്ക് ലൈനിങ് ഉണ്ട്. താഴത്തോട്ട് ഗൗൺ പോലെ വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. കറിയാൻ റിങ്കിൾ റയോൺ എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രിൻ്റ് വരുന്നത്. തേർഡ് വരുന്നത് ഇങ്ങനെ വരും. ഇങ്ങനെ കേട്ടോ. നല്ല രസമുള്ള പ്രിൻ്റാണ് പോയിട്ടുള്ളത്. അടുത്തത് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു വൈറ്റിൽ ഒരു റോസാപ്പൂ പോലത്തെ ഒരു പ്രിൻ്റാണ്. എല്ലാതും ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഒരേപോലെയാണ്. വീനക്ക് പുറകിലേക്ക് കെട്ട്. മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞ മാതിരി എസ് മീഡിയം കാർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ലാർജ് തൊട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ എക്സൽ ഡബിൾ എക്സൽക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു സൈസാണ്. വേസ്റ്റിൻ്റെ കേസ് നിങ്ങൾ ഉറപ്പുവരുത്തണം. എനിക്ക് അറിഞ്ഞുകൂടാ ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഇരിക്കണേന്ന് കേട്ടോ. ഒരു കളേഴ്സും കൂടി ഉണ്ട്. അത് താഴത്ത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. നല്ല ട്രെൻഡി ആയിട്ട് ഇടാൻ പറ്റുന്ന ആയിട്ടാണ്. സ്ലീവ്ലെസ്സിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ സ്ലീവായിട്ടാണ് വന്നിരിക്കുന്നത്. 699 ആണ് വന്നിട്ടുള്ളത്. ഓരോന്നും നല്ല രസമുള്ള പ്രിൻ്റുകളാണ് കേട്ടോ. ഈ ഗ്രീൻ ആണെങ്കിൽ മെഹന്തി ഗ്രീൻ ആണെങ്കിലും, അതുമാതിരി ഈ വൈറ്റിൽ റോസാപ്പൂ പോലെ വരുന്നത്, അതുപോലെ തന്നെ വൈറ്റിൽ ഒരു ഓറഞ്ചും ഗ്രീനും കൂടി നല്ല രസമുള്ളൊരു ബൊട്ടാണിക്കൽ പ്രിൻ്റ് എന്ന് പറയും. കുറേ പൂക്കളും ഇലകളൊക്കെ വരുന്ന പോലത്തെ ഒരു പ്രിൻ്റ്. പിന്നെ ബ്ലാക്കിൽ ലൈൻസ് പോലെ പോകണം, വൈറ്റ് ലൈൻസ് പോലെ പോകുന്നത്. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഈ പ്രിൻ്റ്. ഓക്കെ, 699 ആണ് പ്രൈസ്. നേരത്തെ പ്രൈസ് 599 ആണ്. തെറ്റിപ്പോയതാണ് കേട്ടോ. 599 ആണ്.
ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. നേരത്തേൽ ഒരെണ്ണം മിസ്സായിട്ടുണ്ട് കേട്ടോ. ഇത് ബ്ലാക്കിൽ ഒരു ഓഫ് വൈറ്റ് പ്രിൻ്റ് പോലെയാണെങ്കിൽ ഇതൊരു ഓഫ് വൈറ്റിൽ ബ്ലാക്ക് വരും കേട്ടോ, ഇങ്ങനെ വരും. ഇതും കൂടി ഉണ്ട് കേട്ടോ. ഈ വലിയതിലാണ് ഏറ്റവും അവസാനം കാണിച്ച ഐറ്റത്തിലാണ്. നല്ല രസമുള്ള പ്രിൻ്റുകളാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം സെയിം നേരത്തെ പോലെ തന്നെ വി ആണ് കേട്ടോ. ആകെ മൊത്തം ഒന്ന് രാത്രി ഇപ്പം സമയം ഏതാണ്ട് 10 മണി ആയിട്ടുണ്ട്, അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഒരു ബഹളമാണ് കേട്ടോ. അടുത്തത് കാണിക്കുന്നത് ഡെനിമിൻ്റെ സ്കേർട്ടാണ്. കുറേ പേര് എന്നോട് ഡെനിമിൻ്റെ സ്കേർട്ട് കണ്ടുപോകാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമുക്ക് ഷോപ്പിലും കൂടി കളക്ഷൻസ് വെക്കുന്നത് കൊണ്ട് ഷോപ്പിൽ നിന്ന് സെയിലുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഞാൻ ഉള്ള കളക്ഷൻസ് കാണിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും കാണിക്കാമെന്ന് പറയുന്നല്ലാണ്ട് ഇടാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ലെങ്ത്ത് വരുന്നത്. 28 ഇഞ്ചോളം ലെങ്ത്ത് വരും കേട്ടോ. നമുക്കൊരു 3/4 ലെവലിലേക്ക് നിൽക്കുന്നതാണ്. ഒട്ടും ഷോർട്ടല്ല എന്നാൽ ഫുള്ളും അല്ലാത്ത രീതിയിൽ നമുക്കിവിടെ വെച്ചാൽ ഈ ഒരു കുർത്തിയുടെ ലെങ്ത്തിലേക്ക് കിട്ടും. ഇപ്പോൾ കുർത്തി എനിക്ക് എക്സാക്റ്റ് ആ ഒരു റേഞ്ചിലേക്കാണ് നിൽക്കുന്നത്. 28 ലെങ്ത്ത് വരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ ഒരു പടി പോലെയാണ് നിൽക്കുന്നത്. അത് ഈ ബട്ടൺസ് വേണമെങ്കിൽ ഊരാം. പുറകിലേക്ക് വരുമ്പോൾ ഇലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സൈസ് ചാർട്ട് വരുന്നത് ഇലാസ്റ്റിക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു 26 to 30 വരെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, ഫ്രീ സൈസാണ്. പ്രത്യേകിച്ച് ഡബിൾ XL എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഡബിൾ XL എന്നാണ് മെൻഷൻ ചെയ്തേക്കണത്. എക്സാക്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു വൺ സൈഡല്ല 2 സൈഡും പോക്കറ്റ് നല്ല ഡെപ്തിലേക്ക് തന്നെ പോകത്തക്ക രീതിയിൽ ഈ കൈ മൊത്തം വേണമെങ്കിൽ കയറും. നല്ല ഡെപ്തിലേക്ക് തന്നെ പോകത്തക്ക രീതിയിൽ ഇതിന് എൻ്റെ കൈ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഈ ബട്ടൺസ് ഒന്നും ഓപ്പണബിൾ അല്ല, ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് പോയിക്കണത്. ഇവിടെ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഒരു നേവി ബ്ലൂ, ഒരു ഡെനിമിൻ്റെ ഒരു നേവിയിൽ വരുന്ന ഒരു ഷെയ്ഡില്ല, അതാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 599 പ്രൈസ് കേട്ടോ. അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് കളർ, ഇതിങ്ങനെ ഒരു ടോണിലാണ് വരുന്നത്. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെ ഡെനിമിൻ്റെ ബ്ലാക്ക് സെയിം ആണ്. 2 സൈഡും പോക്കറ്റ് ഡബിൾ XL എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ലെങ്ത്തൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇനി കാണിക്കുന്നത് നമ്മുടെ പാൻറ്റാണ് കേട്ടോ. കുറച്ച് പേർക്ക് ജീൻസിൻ്റെ കളക്ഷൻസ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കാണിക്കാം. അടുത്ത് വന്നിട്ട് ജീൻസാണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ വരുന്ന ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ജീൻസാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് 4 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഷോക്കാണ്, ഇവിടെ ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വരുന്നതാണ്. ഒരു പാരലൽ സ്ട്രക്ചറിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ. ബാഗിന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ലെവലിൽ വരുന്ന ഐറ്റമാണ്. നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക്. കാരണം ലൂസ് ടൈപ്പിൽ നമുക്ക് ഇടാം. കണ്ടോ, അതിങ്ങനെയാണ്. ഇത്രയും വീതി വരുന്നുണ്ട്. താഴെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് 28 to 32, 28, 30, 32 സൈസ് ചാർട്ടിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ജീൻസാണ്. ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് അതുപോലെ തന്നെ പാരലൽ വരുന്നത് കുറച്ച് സ്ക്രാച്ചായിട്ട് വരുന്ന ഐറ്റമാണ് കേട്ടോ. സ്ക്രാച്ചിൽ സെയിം തന്നെയാണ്. പോക്കറ്റ് എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ സ്ക്രാച്ച് വരുന്നുണ്ടെന്ന് മാത്രം. താഴെയൊക്കെ ആ ഒരു പാരലൽ സ്ട്രക്ചറിൽ തന്നെയാണ് വരുന്നത്. ഇതും സൈസ് ചാർട്ട് 28, 30, 32 കേട്ടോ. പ്രൈസ് വരുന്നത് 699. അടുത്തത് വരുന്നത് കുറച്ച് വലിയ സൈസ് ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന കംഫർട്ടായിട്ട് നേരത്തെ കാണിച്ച പോലത്തെ പാരലല്ല, പക്ഷെ ഭയങ്കര ലൂസ് ഫിറ്റിൽ കിടക്കുന്ന ടൈപ്പാണ്. താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇച്ചിരി ചെറുതായിട്ട് വരുന്ന പോലെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പാരലാണ്, ഫുൾ പാരലൽ സ്ട്രക്ചറിൽ വരുന്നതാണ് കേട്ടോ. പലാസയൊക്കെ പോലെയായിരുന്നു അത്. ഇത് ഇച്ചിരി ഇങ്ങനെ ചെറുതായിട്ട് വരുന്നത്, പക്ഷെ ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. വലിയ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. സൈസ് ചാർട്ട് വരുന്നത് 36, 38, 40 സൈസ് വരുന്നത് കേട്ടോ. പുറകിലേക്ക് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇങ്ങനെ ബാൻഡ് പോലെയാണ് വരുന്നത്. എന്നിട്ട് 2 സൈഡിലേക്ക് പോക്കറ്റൊക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ നമുക്ക് ജീൻസ് ഇടണം, പക്ഷേ അങ്ങനെ ടൈറ്റ് ഫിറ്റിൽ ഇടണമെന്ന് ഇഷ്ടമില്ല. പക്ഷെ അത്യാവശ്യം ടൂറൊക്കെ പോകുമ്പോൾ എല്ലാവരും ജീൻസ് ഇടണം, അന്ന് നമുക്കും ജീൻസ് ഇടണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും മേടിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അതിന് വലിയ സൈസുകാർക്കും ഇതുപോലെ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 699. ഓക്കെ, അടുത്ത ഐറ്റം കാണാം. അടുത്ത വരുന്നത്
ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഹക്കോബയിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ. അതെങ്ങനെയാണ് ഇതിനകത്തൊരു ഇങ്ങനെ ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട്. ഇത് എക്സാക്റ്റ് കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, കോട്ടൺ മിക്സ് പോലെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഹെവി റയോൺ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സ്ട്രക്ചറിൽ ഇതുപോലത്തെ കട്ട് വർക്കാണ് വരുന്നത്, ഹക്കോബ സ്റ്റൈലിലാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് പാച്ച് വർക്കിന് ചുറ്റും മെഷീൻ എംബ്രോയ്ഡറി, മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും മിറർ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അതിനകത്ത് നമുക്ക് അജ്രക്കിൻ്റെ പാച്ചാണ് കേട്ടോ. ബ്ലോക്ക് പ്രിൻ്റ് പോലെയാണ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. അതുപോലെ തന്നെ മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് ഭാഗം നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നിൽക്കണേ കേട്ടോ. നല്ല ഇതിപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ ഈ പാച്ചുകളാണ് മാറി വരുന്നത് കേട്ടോ. ഇതിൻ്റെ പുറകുവശം പ്ലെയിൻ ആണ്, ഹക്കോബ ഇല്ല. ഇവിടെ ഫ്രണ്ടിലേക്കാണ് ഇങ്ങനെ ഹക്കോബ വർക്ക് വരുന്നത്. നല്ല രസമുള്ള ആയിട്ടാണ്. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഷാള് വരുന്നത് കോട്ടണിലാണ്, മൽമല്ല് വരുന്ന നല്ല നീളവും വീതിയും ഉള്ള ഷാളാണ് കേട്ടോ. ഇതാണ് ആ പാച്ച് വർക്കിൽ പോയിട്ടുള്ള പ്രിൻ്റ്. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ അജ്രക്കിൻ്റെ കുറച്ച് പ്രിൻറ്റും ഇതിനകത്ത് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷാള് വരുന്നത്. ഓക്കെ, അതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ പക്കാ കോട്ടണിലാണ് വരുന്നത്. ഇതാ ഇങ്ങനെ ഈ പാച്ചിൻ്റെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു 3 പീസ് മെറ്റീരിയലിൻ്റെ ഒരു സ്ട്രക്ചർ. പ്രൈസ് വന്നിട്ട് 1265 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. നല്ല രസമുള്ള ഒരു പാർട്ടി വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം. മിറർ വർക്കൊക്കെ ചെയ്ത് നമുക്ക് ഇപ്പോൾ മെറ്റീരിയൽ വെച്ച് ചെയ്താൽ ഇതുപോലെ പാച്ച് വർക്കോ മിറർ വർക്കോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതടക്കമാണ് നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള. ഇപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. ഇത് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്ലൂ ഷെയ്ഡ് ഇതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് ആണ് ഇനി മാറുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വേറെ നിവർത്തിയൊന്നും കാണിക്കുന്നില്ല. ഇത് ബേസ് ഇതുപോലെ തന്നെ ബ്ലാക്ക്, അതിനകത്ത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ഷാളൊക്കെ ആ പാറ്റേണിൽ വരുന്നത് തന്നെയാണ് എക്സാക്റ്റ് കേട്ടോ. ഇതാ ബ്ലൗസ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഓക്കെ അല്ലേ. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്, മെറൂൺ. അടുത്ത് വന്നിട്ട് ബ്ലാക്കാണ്. ബ്ലാക്കാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഇവിടുത്തെ ത്രെഡ് വർക്കിൻ്റെ കളേഴ്സ് മാറിയതുകൊണ്ട് തന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിനകത്തൊരു യെല്ലോ ഷെയ്ഡ് പോവും. ഇതാണ് അതിൻ്റെ ഷാള് വരുന്നത് കേട്ടോ, ബ്ലാക്ക് ഷാള്. അതുപോലെ മെറ്റീരിയൽ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ 1265 വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇതെങ്ങനെ വരും. ഈ കട്ട് വർക്ക് എല്ലാത്തിനും സെയിം ആണ് കേട്ടോ, ഒരേപോലെയാണ് ഫീച്ചർ പോയിട്ടുള്ളത്. ഇവിടുത്തെ പാച്ച് വർക്ക് മാത്രമാണ് വ്യത്യാസം. ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇതാണ് ഷാള്. ഓക്കെ, അപ്പോൾ 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീൻ കളറ്, ബ്ലാക്ക് വരുന്നത്, ഒരു യെല്ലോ ആണ് ഇതിൽ ടോൺ വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ മെറൂൺ ഷെയ്ഡ്, ഈ ബ്ലൂ ഷെയ്ഡ്, അങ്ങനെ 4 കളേഴ്സിലാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, 1265 പ്രൈസ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. എപ്പോഴും സൈസ് വെച്ച് തന്നെ ചോദിക്കുക. അല്ലെങ്കിൽ കളേഴ്സാണ് ഡിഫറൻസ് എങ്കിൽ കളേഴ്സ് പറഞ്ഞ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് എൻക്വയറി എടുക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ് റിട്ടേൺ പോളിസി ഉള്ളത്. പലരും ഈ സൈസ് ഈ കളർ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തവർ നമ്മൾ ബുദ്ധിമുട്ടിലാക്കരുത്. നമുക്ക് ഒരു കാരണവശാലും ഡാമേജ് അല്ലാത്ത പ്രൊഡക്റ്റിന് റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. പോസ്റ്റൽ വഴിയും DTDC വഴിയും ഫ്രീ ഷിപ്പിംഗ് ആണ്. അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. പലർക്കും അത് അറിയില്ല എന്ന് തോന്നുന്നു, പുതിയ കസ്റ്റമേഴ്സിന്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ മാത്രമാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് ഉള്ളത്. കേരളത്തിന് പുറത്തേക്കാണെങ്കിലും നമുക്ക് രജിസ്റ്റേർഡ് പാഴ്സൽ വഴി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.